മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകുമ്പോൾ ബ്രൂവറി വിവാദത്തിൽ സിപിഎമ്മിനോട് ഇടഞ്ഞ ഇടതുമുന്നണിയിലെ സഖ്യകക്ഷികൾ പാലക്കാട് മദ്യനിർമ്മാണ കമ്പനിയിൽ എതിർപ്പ് പരസ്യമാക്കി സിപിഐയുടെ മുഖപത്രമായ ജനയുഗത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു. ബ്രൂവറി പ്ലാന്റിന് കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും ആശങ്ക ഉണ്ടാക്കുന്നുവെന്നാണ് വിമർശനം. ബ്രൂവറി അനുമതി ജനതാദൾ എസിലും അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പറിയിക്കാത്ത മന്ത്രി കൃഷ്ണൻകുട്ടിയെ മാറ്റണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയരുന്നുണ്ട്. ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് പ്രതിപക്ഷവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ്. ബ്രൂവറി വിഷയം മറ്റു വകുപ്പുകളുമായി ചർച്ച ചെയ്തിട്ടില്ലെന്ന് ക്യാബിനറ്റ് നോട്ടിൽ എക്സൈസ് വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം സിപിഐ അടക്കമുള്ളവരുമായി ചർച്ച നടത്തുമെന്നും എല്ലാവരെയും വിശ്വാസത്തിലെടുത്തേ പദ്ധതി നടപ്പിലാക്കുകയെന്നും എം വി ഗോവിന്ദൻ പറയും. ബ്രൂവറിയിൽ ഒരു തരത്തിലുള്ള വിവാദവുമില്ല. ബ്രൂവറി മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ്. എവിടെയൊക്കെയാണോ അതിന് ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും എതിരല്ല. എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാം. എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ. ബ്രൂവറി എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ ഘട്ടമാണ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം, നാലാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂ. വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, എം വി ഗോവിന്ദന്റെ ഈ വാക്കുകൾ അല്പം പിന്നോട്ട് പോക്കാണോ? നിലപാട് മയപ്പെടുത്തലിന്റെ ഒരു സൂചന ആ വാക്കുകളിൽ കാണാൻ കഴിയുന്നുണ്ടോ? പൂർണ്ണമായും അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിലും കടുത്ത നിലപാടുകളിൽ നിന്ന് മാറുകയെന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. കാരണം പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ തന്നെ പ്രതിഷേധ രംഗത്ത് വരികയാണ്. സിപിഐ മുന്നണി നേതൃത്വത്തെ മുന്നണി യോഗത്തിൽ ഇക്കാര്യം അറിയിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് പാർട്ടി മുഖപത്ര ലേഖനത്തിലും ഈ ആശങ്ക സിപിഐയുടെ ദേശീയ കൗൺസിൽ അംഗം സത്യൻ മുഖേരി വ്യക്തമാക്കുകയാണ്. ജനവിരുദ്ധ പദ്ധതി എന്നാണ് സത്യൻ മുഖേരി ഈ പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത്. അതിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. മദ്യക്കമ്പനിക്ക് വെള്ളം നൽകിയാൽ നെൽകൃഷിക്ക് വെള്ളം കിട്ടാതെയാകുന്ന വലിയൊരു ദുരവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ്, പാലക്കാട് ഉണ്ടാകുമെന്നാണ് സത്യൻ മുഖേരിയുടെ ആശങ്ക. ജനതാദൾ എസ് പ്ലാച്ചിമട ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർട്ടിയാണ് ജനതാദൾ എസും അവരുടെ നേതാവ് കെ കൃഷ്ണൻകുട്ടിയും. അങ്ങനെ ഒരാൾ മന്ത്രിസഭ നീക്കുമ്പോൾ എങ്ങനെ ഇത്തരം ഒരു പദ്ധതിക്ക് അനുമതി നൽകിയെന്ന ചോദ്യമാണ് ജനതാദൾ എസിൽ ഉയർന്നു വരുന്നത്. എസിനെ കൃഷ്ണൻകുട്ടിയെ മന്ത്രിസ്ഥാനമാണെന്ന ആവശ്യവും അതിനുള്ള നീക്കങ്ങളും പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് എതിർ വിഭാഗം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ജോസ് തെറ്റയുടെ അനുകൂല വിഭാഗം നടത്തുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുകയാണ്. ജനതാദൾ എസിൽ 9ഓളം ജില്ലാ പ്രസിഡന്റുമാർ മന്ത്രിയെ മാറ്റമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റ് മാത്യു തോമസിനെ കത്ത് നൽകി. ഇന്ന് അവരുടെ യോഗം ചേരുകയാണ്. ചുരുക്കത്തിൽ മുന്നണിക്കുള്ളിൽ വലിയൊരു വെല്ലുവിളിയെ മാറുകയാണ് സിപിഎമ്മിന്. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ കുറച്ച് ഭയപ്പെട്ട നിലപാട് എം വി ഗോവിന്ദൻ സ്വീകരിക്കുന്നത്. എല്ലാവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. പ്രതിപക്ഷത്തെയും സിപിഐയും ജനതാദളത്തെയും ഒക്കെ ബോധ്യപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുമെന്ന ഒരു നിലപാടുമായി എം വി ഗോവിന്ദന്റെ കത്ത് വന്നത്. മന്ത്രിസഭാ യോഗത്തിനുള്ള പ്രധാനപ്പെട്ട കുറിപ്പും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ഫയൽ നീക്കം കൃത്യമായി വ്യക്തമാക്കുന്ന കുറിപ്പാണ്, മന്ത്രിസഭാ യോഗത്തിൽ വന്ന കുറിപ്പാണ് ഇപ്പോൾ പ്രതിപക്ഷം പുറത്തുവിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ പ്രധാനമായി ആരോപിക്കുന്നത് എക്സൈസ് മന്ത്രിയും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞ് മറ്റു വകുപ്പുകളെയും മുന്നണിയും ഇരുട്ടു നിർത്തി എടുത്ത ഒരു തീരുമാനമാണ്. പ്രതിപക്ഷത്തിന്റെ ആരോപണം ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് നികുതി വകുപ്പിന്റെ വകുപ്പിൽ ജനറേറ്റ് ചെയ്ത ഒരു ഫയലാണ്. ബ്രൂവറിക്കായി നികുതി വകുപ്പിലുള്ള ഫയൽ മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ നവംബർ 8-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമതി നൽകിയത്. അതിനുശേഷം ഉത്തരവിട്ടത് ആ മുഖ്യമന്ത്രിയുടെ ഉത്തരവോട് കൂടിയാണ് ഡിസംബർ 4-ന് വകുപ്പ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് കരട് കുറിപ്പിന് അംഗീകാരം നൽകി. പിന്നീട് ചീഫ് സെക്രട്ടറിയും വകുപ്പ് മന്ത്രിയും അംഗീകരിച്ചാണ് 15-ാം തീയതിയിലെ മന്ത്രിസഭാ യോഗത്തിൽ കുറിപ്പ് വരുന്നത്. മറ്റേതെങ്കിലും വകുപ്പുകളുടെ അഭിപ്രായം തേടുകയോ അവരെ അറിയിക്കുകയോ അവരുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന ഈ മന്ത്രിസഭാ യോഗത്തിൽ നോട്ടിൽ ഒരു ഭാഗത്ത് ചോദ്യമുണ്ട്. അതിനില്ല എന്ന മറുപടിയാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. അതായത് മറ്റു വകുപ്പുകളൊന്നും അറിയാതെ തന്നെയാണിത് വന്നത് എന്ന പ്രതിപക്ഷ ആരോപണം കുറച്ചുകൂടി കടുപ്പിക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. ഏതായാലും വൈകിട്ട് 3:30 മന്ത്രി എം വി രാജേഷ് മാധ്യമങ്ങളെ കാണുന്നത്. സർക്കാരിന്റെ ഇക്കാര്യത്തിൽ വിശദീകരണം ആ ഘട്ടത്തിൽ മന്ത്രിയിൽ നിന്ന് ഉണ്ടാകും. ഓരോ ദിവസവും സർക്കാരിനെ കൂടുതൽ വെല്ലുവിളിയായി മാറുകയാണ് ബ്രൂവറി അനുമതിയുമായുള്ള മുന്നോട്ട് പോക്ക്. യെസ്, അരുൺ പറഞ്ഞതുപോലെയാണ് സാഹചര്യം. എന്തായാലും വൈകിട്ട് മന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ മന്ത്രി ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് നിർണായകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണം തള്ളിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ കുടുംബം അപ്പീൽ നൽകുന്നു. കുടുംബത്തിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഭാര്യ കെ മഞ്ജുഷയാണ് അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഈ
CBI അന്വേഷണം തള്ളിയപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ പരിശോധന ഉണ്ടാകും, അപ്പീൽ നൽകുമെന്ന് കുടുംബം വ്യക്തമാക്കിയിരുന്നതാണ്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു കുടുംബം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വിശദാംശങ്ങൾ. നേരത്തെ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ച് ആയിരുന്നു ഈ കേസ് പരിഗണിച്ചിരുന്നത്. അന്നായിരുന്നു CBI അന്വേഷണം തള്ളിക്കൊണ്ട് കോടതിയുടെ ഉത്തരവായത്. അതിനുശേഷം കുടുംബം അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകും, ഡിവിഷൻ ബെഞ്ചിനെ ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലുമായി സമീപിക്കുമെന്ന് കുടുംബം നേരത്തെ തന്നെ പറഞ്ഞതും മഞ്ജുഷ നേരത്തെ മാധ്യമങ്ങളോട് അത്തരത്തിൽ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ കുടുംബത്തിന്റെ അപ്പീൽ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. ഈ മഞ്ജുഷ അപ്പീൽ നൽകിയത് ഡിവിഷൻ ബെഞ്ചിലാണ്. നേരത്തെ തന്നെ ഈ CBIയുടെ അന്വേഷണം, അതായത് ആ സമയത്ത് തന്നെ സിംഗിൾ ബെഞ്ച് ഈ ഉത്തരവ് തള്ളുമ്പോൾ തന്നെയും അത് കണ്ണൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിലായിരിക്കണം SITയുടെ അന്വേഷണം എന്ന നിർദ്ദേശം വെക്കുകയും റേഞ്ച് DIGയുടെ അന്വേഷണ അനുമതിയോടെ കൂടി മാത്രമേ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ പാടുള്ളൂ എന്നീ നിർദ്ദേശങ്ങളോട് തന്നെയായിരുന്നു CBI അന്വേഷിക്കണമെന്ന ആവശ്യം നേരത്തെ കോടതി തള്ളിയിരുന്നത്. പക്ഷെ അന്ന് തന്നെ അതിൽ തൃപ്തിയില്ല, അതായത് കോടതി വിധിയിൽ തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് മഞ്ജുഷ നേരത്തെ അറിയിച്ചിരുന്നതാണ്. നമുക്കറിയാം, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സിറ്റം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PT ദിവ്യയാണ് ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതി. ദിവ്യയെ ആ സമയത്ത് പാർട്ടി സംരക്ഷിക്കാൻ എടുത്ത നിലപാടും പോലീസിന്റെ നിലപാടും ഒക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണ്, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായ സംശയമാണ് കുടുംബം ഇത്തരത്തിൽ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്നൊരു ആശങ്കയിലേക്ക് എത്തുകയും അത് പോലീസ് അന്വേഷിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളൊരു നിഗമനത്തിൽ എത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ചിൽ ഹൈക്കോടതിയെ മഞ്ജുഷ സമീപിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നത് അങ്ങനെയാണ്. ആ കേസ്, ആ ഹർജി തള്ളിയതിനു ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചായിരുന്നു ആ കേസ് എന്ന് പരിഗണിച്ചിരുന്നത്, ഹർജി എന്ന് പരിഗണിച്ചിരുന്നത്. അത് തള്ളിയ ശേഷം ഇപ്പോൾ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണ് കുടുംബം. കുടുംബം ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു. ഈ ഹർജി എന്ന് പരിഗണിക്കും, അത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? ആ കാര്യത്തിൽ വ്യക്തതയില്ല. ഹർജി സമർപ്പിച്ചിട്ടേ ഉള്ളൂ. അത് എന്തായാലും ഉടനെ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ സിംഗിൾ ബെഞ്ച് ഇത് തള്ളിയപ്പോൾ തന്നെ അത്തരം നിലപാട് അവർ എടുത്തിരുന്നു. ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണ്. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന് കുടുംബത്തെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണം. കൃത്യമായി അന്വേഷണ വിവരങ്ങൾ കുടുംബവുമായി പങ്കുവയ്ക്കണം. അവസാന കുറ്റപത്രം നൽകുന്നതിന് മുമ്പ് അത് സംബന്ധിച്ച് കൃത്യമായ പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്നു. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം, ഇങ്ങനെ കൃത്യമായ നിരീക്ഷണമാണ് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തീരുമാനമെടുത്തത്. ഇപ്പോൾ പക്ഷേ കുടുംബം അത് അംഗീകരിക്കുന്നില്ല. CBI തന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം കുടുംബം ഉന്നയിക്കുന്നു. അവർ ഡിവിഷൻ ബെഞ്ചിലേക്ക്